ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാവിലെ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു നല്ല ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ നല്ല ഉപദേശം തരുന്ന ഒരു അധ്യായമാണ്. എന്താണ് ഈ അധ്യായത്തിലെ ഉപദേശം? ദൈവത്തിൻ്റെ മഹത്വം കണ്ട തലമുറ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അടുത്തു വന്ന തലമുറ അവർ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടവർ മാത്രമാണ്, കണ്ടവരല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടവർ ദൈവത്തെ സേവിച്ചതുപോലെ ആ പരമാർത്ഥതയിൽ സേവിക്കുവാനായിട്ട് കണ്ടവർക്ക് അവർ അതിന് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. യോശുവയുടെ തലമുറയും ദൈവത്തെ സത്യസന്ധമായി സേവിച്ചവരാണ്. അവർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാണ്. യോർദാൻ വിഭാഗിക്കപ്പെട്ടതും എരിഹോ വീണതും സൂര്യനെ കുറേ നേരത്തേക്ക് നിർത്തിയതും ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങൾ അവർ കണ്ടു. ആ തലമുറ ദൈവത്തെ സേവിച്ചു. സേവിക്കാതിരിക്കാൻ അവർ കഴിയുമായിരുന്നില്ല. അവരുടെ ഇടയിൽ അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ പറഞ്ഞാൽ അവർ ദൈവത്തെ സേവിച്ച ഒരു തലമുറയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട തലമുറ കഴിഞ്ഞുപോയി. നമുക്കറിയാമല്ലോ, ഒരു തലമുറയെന്ന് പറഞ്ഞാൽ 70-80 വർഷം കഴിയുമ്പോൾ അവർ നീങ്ങിപ്പോകും. മറ്റൊരു തലമുറ വന്നു. ഈ പുതുതായിട്ട് വന്ന തലമുറ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം അവർക്കറിയാം. ദൈവം ഇതൊക്കെ ചെയ്തെന്നറിയാം. ചെങ്കടൽ വിഭാഗിച്ചെന്നറിയാം. യോർദാൻ കടത്തി അക്കരയ്ക്ക് ജനത്തെ കൊണ്ടുവന്നറിയാം. എരിഹോ പോലെ വലിയ പട്ടണങ്ങൾ വീണത് ഇതൊക്കെ അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കാനായിട്ട് എത്രമാത്രം അവർക്ക് കഴിയും? അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ടവരല്ല, അതേക്കുറിച്ച് കേട്ടവരാണ്. അവർ വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണം. അവരൊക്കെ ചെയ്തു, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തെ അവർ അതിവേഗം കൈവിട്ടു എന്നുള്ളതാണ്. ദൈവത്തെ അവർ വേഗം കൈവിട്ടു. വ്യക്തിപരമായി ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ദീർഘകാല പരിപാടിയായിട്ട് ദൈവത്തെ സേവിക്കാനായിട്ടൊക്കെയില്ല. ഇന്നും അങ്ങനെയാണ്. തലമുറകൾ നോക്കിക്കേ. തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നു എന്നാണ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യമൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് നമുക്ക് പ്രസക്തവുമല്ല. എന്നാൽ അങ്ങനെ അവകാശപ്പെടുന്നവരായിരിക്കുന്ന ആളുകൾ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നെങ്കിൽ, കേരളത്തിൽ വന്നെങ്കിൽ 2000 വർഷത്തെ പാരമ്പര്യം പറയുന്നവരായ നാം എങ്ങനെയുള്ളവരാണ്? വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന ക്രിസ്തുമതത്തിലെ അതിൻ്റെ ക്വാളിറ്റിയോ അതിൻ്റെ ഗുണനിലവാരമോ വല്ലതും നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടോ? 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കുന്ന വിശ്വാസികളുടെ അടുത്ത 7 അയലത്ത് പോകാൻ നമുക്ക് യോഗ്യതയുണ്ടോ? നാം ഇന്ന് മറ്റന്യജാതിക്കാരെ പോലെ തന്നെ ജീവിക്കുന്നവരല്ലേ. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അവർ അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു എന്നുള്ള വ്യത്യാസമല്ലാതെ എന്ത് വ്യത്യാസമുള്ളത്? ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരേ ജോലികൾ ചെയ്യുന്നു, ഒരുപോലെ ചെയ്യുന്നു. അവർ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം എന്താണെന്നറിയാമോ? പാരമ്പര്യമായിട്ട് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായി തീർന്നു പറയും. പാരമ്പര്യ ക്രിസ്ത്യാനികൾ അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൻ്റെ 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 അപ്പൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി തീർന്നു. അങ്ങനെ ക്രിസ്ത്യാനിയായി ശരിയാവില്ല. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതായിരിക്കുന്ന അബദ്ധം അതാണ്. പിതാക്കന്മാർ പറഞ്ഞു കേട്ട ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നു. കുറേ കൂടി തലമുറ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഒരു ദൈവം. പക്ഷേ അവരതനുസരിച്ച് ജീവിച്ചില്ല. അതുകൊണ്ട് ദൈവത്തെ അവർ അതിവേഗം കൈവിട്ടു. സത്യദൈവത്തെക്കുറിച്ച് അവർ കേട്ടിരുന്നതൊക്കെയും അവർ തള്ളിക്കളഞ്ഞു. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ അവർ മറന്നുകളഞ്ഞു. മരവും മണ്ണും വെള്ളിയും കൊണ്ടുണ്ടാക്കി അന്യദേവന്മാരെ അവർ സേവിച്ചു. മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യരെ സൃഷ്ടിച്ച ദൈവങ്ങളെ അവർ സേവിക്കാൻ തുടങ്ങി. വിഗ്രഹാരാധന എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭോഷത്വം. കാരണം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കി. അപ്പോൾ ആരെയാണ് സേവിക്കേണ്ടത്? ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ സേവിക്കണമെന്ന് പറയുന്നു. അങ്ങനെയല്ല. മനുഷ്യർ ദൈവത്തെ ഉണ്ടാക്കി, ആ ദേവന്മാരെ മനുഷ്യർ സേവിക്കണമെന്ന് പറയുന്നു. അത് എന്നാൽ പിന്നെ അതുണ്ടാക്കിയവരെ അങ്ങ് സേവിക്കരുതോ? മനുഷ്യനെ തന്നെ. എത്ര ഭോഷത്വമാണ് ചെയ്യുന്നത്! എത്ര ബുദ്ധികെട്ടവരും നന്ദി കെട്ടവരുമാണ് മനുഷ്യരെന്ന് ഞാൻ ഓർക്കുകയാണ്. അറിഞ്ഞ ദൈവത്തെ ആരാധിക്കാതെ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ ആരാധിക്കുവാൻ ആളുകൾ ഒരുമ്പെടുന്നു. എന്നാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായി വന്നു. എന്തായിരുന്നു? ഇസ്രായേലിനെ സംബന്ധിച്ച് നിരന്തരം ശത്രുരാജ്യങ്ങൾ അവരെ പീഡിപ്പിച്ചു. അങ്ങനെയാണ്, നിരന്തര ശത്രുരാജ്യങ്ങൾ. ആ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, 30 വർഷം പീഡിപ്പിച്ചു, 40 വർഷം പീഡിപ്പിച്ചു, 50 വർഷം പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിക്കും. അത് കഴിഞ്ഞ് ദൈവം ഒരാളെ അയക്കും, ഒരു ന്യായാധിപൻ വരും, അവനെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ച് അടുത്തൊരു 30 വർഷം, 40 വർഷം, 50 വർഷം, 80 വർഷം വരെയൊക്കെ അവർ മര്യാദയ്ക്ക് ജീവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വിഗ്രഹങ്ങളെ സേവിക്കാനായിട്ട് പോകും. അപ്പോൾ ദൈവം ശത്രുവിനെ അയക്കും. ശത്രു അവരെ 10-50 വർഷം പീഡിപ്പിക്കും. ശത്രുക്കൾ അവരെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ യാതൊരു മര്യാദയില്ലാതെ അവരെ പീഡിപ്പിച്ച് കളഞ്ഞു. വണ്ടമാനം. ഇവർ വിതയ്ക്കും, അവർ കൊയ്യും. ഇവർ പശുക്കളെ വളർത്തും, അവർ പാൽ കൊണ്ടുപോകും. ഇവരാടിനെ വളർത്തും, അവർ കൊണ്ട് ഇറച്ചി തിന്നും. എന്തൊരു കഷ്ടമാണ്! അവസാനം രക്ഷയില്ലാതെ ഇവർ നിലവിളിക്കും, ദൈവമേ എന്ന്.
ഇസ്രായേൽ മക്കളുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു ടെട്രാ സൈക്കിൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ. അങ്ങനെയാണ്. പാപം ചെയ്യും, ശിക്ഷ അനുഭവിക്കും, ദൈവത്തോട് കരയും, രക്ഷകനെ അയക്കും. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും പാപം ചെയ്യും, ശിക്ഷ അനുഭവിക്കും, രക്ഷകനെ അയക്കും. അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരു 4 സൈക്കിളായിട്ട് കറങ്ങി നടക്കുകയാണ് ഇസ്രായേൽ മക്കൾ. ദൈവത്തെ തള്ളിക്കളഞ്ഞ മനുഷ്യന് വല്ല സമാധാനമുണ്ടോ? വല്ല അനുഗ്രഹമുണ്ടോ? അവർക്ക് വല്ല രക്ഷയുമുണ്ടോ? അതിന് തിക്തഫലങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. നിരന്തര ശത്രുരാജ്യങ്ങൾ അവരെ പീഡിപ്പിച്ചു. പലപ്പോഴും അവരുടെ ദേശത്തെ അവർ കീഴടക്കി. ദേശത്തിൻ്റെ നന്മയെല്ലാം ശത്രുക്കൾ കൊണ്ടുപോയി. അന്യദേവസേവയുടെ തിക്തഫലങ്ങൾ അവർ ധാരാളം അനുഭവിച്ചു. ഞാൻ പറയാം, സത്യദൈവത്തെ ഉപേക്ഷിച്ചാൽ നന്മ വരികയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് വില കൊടുത്തും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നാം ഉറച്ചു നിൽക്കണം. എന്ത് വില കൊടുത്തും, നാം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഒരാളെ ഉള്ളെങ്കിലും ഒരാൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം, അറിഞ്ഞ സത്യത്തിന് വേണ്ടി. അതാണല്ലോ പഴയ നിയമം വായിക്കുമ്പോൾ ദാനിയേലിനെ നോക്കിക്കേ. ബാബിലോന്യ സാമ്രാജ്യത്ത് ദാനിയേൽ എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനെ നോക്കിക്കേ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ നോക്കിക്കേ, ഒറ്റ മനുഷ്യരെ. ഒരു മൊർദെഖായിയെ നോക്കിക്കേ, ഒറ്റ മനുഷ്യൻ. അങ്ങനെയുള്ള എത്ര ഒറ്റ മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് വേണ്ടി നിന്നവരും ദൈവത്തിന് വേണ്ടി വില കൊടുത്തവരുമായ ആളുകൾ കഷ്ടമനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടില്ല. അവർ വിജയിച്ചിട്ടുണ്ട്. ആത്യന്തികമായ വിജയം അവരുടെയാണ്. കാരണം ദൈവം ആരുടെ പക്ഷത്തുണ്ടോ അവിടെയാണ് വിജയം. ദൈവം ആരുടെ പക്ഷത്തുണ്ടോ? സൈന്യത്തിൻ്റെ ബലത്തിലും ശക്തിയിലുമല്ല, ആയുധത്തിൻ്റെ ബലത്തിലും ശക്തിയിലുമല്ല. നമ്മോടുകൂടെ ഉള്ളവൻ ദൈവമാണെങ്കിൽ നാം വിജയിക്കും. അതുകൊണ്ട് ആ ദൈവത്തെ സേവിക്കുന്നതിൽ നാം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നാം നമ്മോട് തന്നെ പറയണം, ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ജീവിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്ന പാപത്തോട് പോരാടുന്നത് ഈ പ്രാണത്യാഗത്തോട് എത്തുക എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നെ വെടിവെച്ച് കൊന്നാലും ഞാൻ ഈ സത്യത്തിന് വേണ്ടി നിൽക്കും. ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുകയില്ല, എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ സേവിക്കൂ. അങ്ങനെ പറഞ്ഞവരായിരിക്കുന്ന ആളുകൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അവരുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. പക്ഷേ അവർ പരാജയപ്പെട്ടിട്ടില്ല. കാരണം പരാജയപ്പെടുന്നവനല്ല ദൈവം എന്നുള്ളത്. പരാജയപ്പെടാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെ പരാജയപ്പെടുവാനായിട്ട് കഴിയും? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വം കണ്ട് തലമുറ ദൈവത്തെ സേവിച്ചതുപോലെ നാമും ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സേവിക്കണം. നമുക്കിന്നും ദൈവത്തിൻ്റെ മഹത്വം കാണാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശത്തേക്ക് നോക്കി 5 മിനിറ്റ് ധ്യാനിച്ചാൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ നോക്കിയാൽ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് നോക്കുവാനായിട്ട് കഴിയും. കാൽവറിയെ നോക്കിയാൽ നമ്മുടെ ദൈവം എത്ര സ്നേഹമുള്ളവനാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി പുത്രൻ തമ്പുരാനെ യാഗമാക്കി തീർത്ത ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സത്യദൈവത്തെ സത്യമായി തന്നെ സേവിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനത്തെ ദൈവം മാനിക്കും. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ വീണ്ടും വചനം കേൾപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം കണ്ടതായിരിക്കും തലമുറ അങ്ങയെ സേവിച്ചതുപോലെ അങ്ങയുടെ മഹത്വം കണ്ടുകൊണ്ട് സേവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേവലം ഒരു കെട്ടുകേഴ്വി കൊണ്ട് മാത്രം സേവിക്കുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ സേവിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ദൈവം ഇനി ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നടത്തണമേ. എല്ലാ പ്രലോഭനങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ. സകല മഹത്വം സ്തുതിയും പുകഴ്ചയും അംഗീകരിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.